ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അതുകൊണ്ട് പ്രേമിക്കുന്നവർക്കും പ്രേമിക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും ഉണ്ടാവട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടോ, ഇന്ന് വാലന്റൈൻസ് ഡേ ഒക്കെയാ. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. പ്രണയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലും നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒത്തൊരുമിച്ച് പോകാൻ പറ്റുന്നത് ആ വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം കൂടുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് പ്രേമിക്കുന്ന എല്ലാവരോടും, പറയാൻ പോകുന്നവരും എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം എപ്പോഴും കൂടുതലായിരിക്കണം. ആ തട്ട് എപ്പോഴും താന്നേ ഇരിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ലവ് മാരേജ് എന്ന് പറയുന്ന കാര്യം മുന്നോട്ട് കാര്യമായിട്ട് പോവുള്ളൂ. അതല്ല നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ നിമിഷത്തേക്ക് വേണ്ടി മാത്രമാണെങ്കിൽ പ്ലീസ് അത് ചെയ്യരുത്. നമ്മളൊരു വാലന്റൈൻസ് ഡേ ആണ് ഒരു ഷോ ഓഫ് പോലെ ഒരു ഫ്ലവർ കൊണ്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരു ഇതിനു വേണ്ടി ചെയ്യരുത്. ആ കൊടുക്കുന്നത് നമ്മുടെ ഉള്ളറിഞ്ഞ് നമ്മുടെ പൂർണ്ണ സ്നേഹമായിരിക്കണം ആ ഒരൊറ്റ ഫ്ലവറിൽ കൊടുക്കാൻ സാധിക്കട്ടെ. അങ്ങനെ ഈ പറഞ്ഞാൽ ചിന്തിച്ചായിരിക്കും എല്ലാവരും ഇന്ന് കൊടുത്തതെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് വാലന്റൈൻസ് ഡേയിൽ ഒരു ഡേറ്റിനൊക്കെ പോകുമ്പം എപ്പോഴും നമ്മൾ എന്നാ ചെയ്യുന്നത്, ഭയങ്കര എരിവും പുളിയുള്ള ഒരു സാധനമൊന്നും നമ്മൾ വാങ്ങിച്ച് കഴിക്കരുത്. കാര്യം ചിലപ്പോൾ എന്താ പറയുക, എരിവൊക്കെ കഴിച്ച് വെച്ച് ചിലപ്പോൾ ഐ ലവ് യു എന്ന് പറയാൻ ചിലപ്പോൾ പറ്റിയിരുന്നിരിക്കുകയില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണം, എപ്പോഴും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണമൊക്കെ വാങ്ങിച്ച് അധികം നേരം സംസാരിക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ടിപ്പ് പറയാം, ഇതൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടില്ല. ആ സമയത്തൊന്നും ഡേറ്റ്സ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം ഞങ്ങൾ ശ്രമിച്ചിട്ടുമില്ല, അതാണ് സത്യം. അതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് എരിവും പുളിയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വർത്താനത്തിൽ അതൊന്നും വാങ്ങി ഡേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഇച്ചിരി എരിവുള്ളൊരു സാധനമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫേവററ്റ് സീ ഫുഡാണ് കൊഞ്ച് എന്ന് പറയുന്നത്. കൊഞ്ച് കഴിക്കുമ്പോൾ എല്ലാവരും ഒന്ന് എന്താ പറയുക, മിക്കവർക്കും അലർജി ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, കൊഞ്ച് ചെയ്യുമ്പോൾ ചെറുതോ വലുതോ ഏതോ ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റെ മേളിലുള്ള വെയിനില്ല, അതിൻ്റെ ഞരമ്പ് എടുക്കാറുണ്ട് അല്ലേ, മേളിലുള്ള ഭാഗം. പക്ഷെ അറ്റ് ദ സെയിം ടൈം എപ്പോഴും ശ്രദ്ധിച്ചോണം, അതിൻ്റെ താഴ്ഭാഗത്തും അവിടെയും ഒരു ഞരമ്പുണ്ട്, അതും കൂടെ എടുത്ത് കളഞ്ഞേച്ച് കഴിയുന്നതും ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒത്തിരി നാടൻ, നമ്മളൊരു നാടൻ റെസിപ്പി ചെയ്തായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു റെസിപ്പിയായത്. എൻ്റെ അമ്മ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എൻ്റെ ആൻറ്റി, അപ്പൻ്റെ അനിയൻ്റെ വൈഫ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയപ്പോഴും എനിക്ക് ചെയ്തു തന്നതുകൊണ്ട് ഞാൻ മറന്നുപോയിരിക്കുമായിരുന്നു ഈ ഒരു റെസിപ്പി. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാ. ഈ പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരും മല്ലി, മുളക് ഇതൊക്കെ എടുത്തേച്ചാ ചെയ്യുന്നത്. ഇവിടെ പക്ഷെ നമുക്ക് കാര്യം എളുപ്പത്തിന് ഇപ്പം ഇതേ ഒക്കത്തുള്ളൂ അല്ലേ, പൊടിച്ചു വെച്ചേക്കുക. ഇനി അല്ല നമ്മുടെ കയ്യിൽ ഒരു ഇച്ചിരി മല്ലിയോ മുളകോ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു ഇച്ചിരി സവാള ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചേക്കുക. ഇത്രയും ചെറുതായിട്ടൊന്നും അരിയണമെന്നില്ല, ഇച്ചിരി നേരം കിട്ടിയോണ്ട് അരിഞ്ഞതേ ഉള്ളൂ. പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി ചെറിയ ഉള്ളിയാണ്. ഈ മീനിനും ഇറച്ചിക്കും ഒക്കെ ചെറിയ ഉള്ളിയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. പക്ഷെ അരിയാനുള്ള പാടും പൊളിക്കാനൊക്കെ പാടുള്ളതുകൊണ്ട് 50-50 ബേസിസ്. പിന്നെ ഉള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. ഇപ്പം കാശ്മീരി മുളക് പൊടി ഇട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എരിവും കുറവാ, ചാറിന് കൊഴുപ്പ് കൂടും, പിന്നെ അന്ന് നിറവും കിട്ടും. പിന്നെ ഉള്ളത് മല്ലിപ്പൊടി. ഇത് ഒരു തക്കാളി അരിഞ്ഞു വെച്ചേക്കുക. ചില സമയം നമുക്ക് നേരം കിട്ടുമ്പോഴാണ് എങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞേക്കുക. ഇനിയിപ്പോൾ ചതച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഒരു 10 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുക. ഇത് രണ്ടും ചേർത്ത് ചതച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി. ഇതെന്നോ ഇച്ചിരി കുരുമുളക. പിന്നെ വേണ്ട ഇച്ചിരി പട്ട, ഏലക്ക, കുറച്ച് അണ്ടിപ്പരിപ്പ്. മസ്റ്റൊന്നും അല്ല, ഇതല്ലെങ്കിൽ കപ്പലണ്ടി ആയാലും മതി. പിന്നെ വേണ്ടത് കുറച്ച് ഗ്രാമ്പൂ. ഇതിൻ്റെ കൂടെ കുറച്ച് ജീരകവും കുറച്ച് പെരുംജീരകവും വേണം. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇവിടെ മുളക് പൊടി ഉണ്ട്, പക്ഷെ എനിക്ക് എന്നാന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട്. ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ച് വറ്റൽമുളകാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ ബാക്കി ഇൻഗ്രീഡിയൻസിനെക്കാട്ടിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു മൂപ്പ് കൂടുക എന്ന് പറയുന്നത് വറ്റൽമുളകിന് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ഒരിച്ചിരി വറ്റൽമുളക് ഇടുക. വറ്റൽമുളക് എന്ന് പറയുമ്പോഴത്തേക്ക് എരിവ് കണക്കാക്കുക. ഞാൻ ഇവിടെ കുറച്ച് കാശ്മീരി മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയുന്ന ഒരു 2-3 എണ്ണം അത് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഏട്ടൻ്റെ അമ്മയൊക്കെ എപ്പോഴും വറ്റൽമുളക്, മല്ലി ഇതൊക്കെ എടുത്തിട്ടാണ് ഇറച്ചിക്കറിയൊക്കെ വെക്കാറ്.
അപ്പോൾ 3, 4, 5 എണ്ണം മതി. ഈ വറ്റൽമുളക് ഒന്ന് മൂത്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പെരുംജീരകവും ഉണ്ട്, കുറച്ച് ജീരകവും ഉണ്ട്. ഇതെല്ലാം പതുക്കെ നമുക്ക് വറുത്താൽ മതി. ആദ്യം വറ്റൽമുളകിന്റെ മൂപ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ഇച്ചിരി അവിടെ ഇവിടെ സ്പോട്ടായിട്ട് അതൊന്ന് മൂക്കുന്നതിൻ്റെ, അതായത് നമ്മൾ ചുട്ടെടുക്കുമ്പോഴത്തേക്ക് നിറം മാറുമല്ലേ എന്ന് പറഞ്ഞ പോലെ അതൊന്ന് നിറം മാറും. ഇനി ഇതിനകത്തോട്ട് തീ നല്ലോണം കുറച്ചേച്ച് ഒരു ചെറിയ കഷ്ണം, ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഭയങ്കര കട്ടി കൂടിയ പട്ടയാണ്, അത് അത്രയും വേണ്ട. അതിന് പകരം അതിൻ്റെ ഒരു മസാലയുടെ ഒരു മണം വരുമല്ലോ, അത്രയും ഇട്ടാൽ മതി. പട്ട കൂടിയ കുത്തൽ വരും എന്നാണ് പറയുന്ന അമ്മ. അതുകൊണ്ട് അധികം ഇടുന്നില്ല, ഒരു 2-3 ഏലക്ക മതി. അത് കഴിഞ്ഞിട്ട് ഇതേപോലെയാണ് ഒരു 3 ഗ്രാമ്പൂ മതി. പക്ഷെ കുരുമുളക് എന്ന് പറയുന്നത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ടു 1 ടീസ്പൂൺ, അത് നമ്മുടെ എരിവ് കണക്കാക്കി ഇടുക. ഇതും ഇട്ടു. ഇനി വേണ്ടിയത് ഒരു സാധാ നമ്മുടെ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകമില്ലേ, അതൊരു നുള്ളു, അതായത് ഒരു 1/4 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. അതിൻ്റെ സ്വാദ് ഒരുപാട് മുന്നേ നിൽക്കണ്ട. പിന്നെ വേണ്ടിയത് പെരുംജീരകം 1 ടീസ്പൂണോളം ഇട്ടോളൂ, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ഇട്ടേച്ചാൽ മതി. ഇനി ഇതിന് കുറച്ച് ഒന്ന് മൂക്കണം. ഇത് മൂക്കാനൊന്നും വലിയ നേരമില്ല, പക്ഷേ എന്നാലും ഇതിൻ്റെ കൂടെ കുറച്ച് മൂക്കാനുള്ളതാണ് നമ്മുടെ കറിവേപ്പില. കറിവേപ്പില ഒരു ഇച്ചിരി കൂടുതൽ ഇടാൻ പോവാ. നമുക്ക് എപ്പോഴും ഇതിൻ്റെ ഒരു പരുവ് അറിയുന്നത് എങ്ങനെയാണെന്നറിയാവോ, ഈ മസാലയുടെ ഒരു പൊട്ടൽ കണ്ടോ, എപ്പോഴും ലോ ഫ്ലെയിമേ വെക്കുക. നമ്മൾ ആദ്യമായിട്ടൊക്കെ വറക്കുവാന്നേൽ നമുക്ക് അതിൻ്റെ പരുവ് ഒന്ന് തെറ്റിയാൽ അറിയാൻ പറ്റുകയില്ല. അപ്പം ഒന്ന് ലോ ഫ്ലെയിമേൽ വെച്ചേച്ച് അതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ആക്ച്വലി ഇത് മൂപ്പിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും, ഓരോ സ്പൈസസിൻ്റെയും ഫ്ലേവർ നമുക്ക് അറിയാൻ നോക്കും. വറ്റൽമുളക് മാത്രമേ ഉള്ളൂ ആദ്യം ഇടേണ്ടത്. ഇതേണ്ട ഞാനൊരു എക്സാമ്പിൾ പറയാം. വറ്റൽമുളകിലൊക്കെ ഇതേണ്ട ഇങ്ങനത്തെ നിറം വരുമ്പോഴത്തേന് അതിൻ്റെ മൂപ്പ് കറക്റ്റായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇതിൻ്റെ കൂടെ മല്ലി ഉണ്ടെങ്കിൽ, അതായത് തനി മല്ലി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് മൂപ്പിക്കാം. ഇനിയിപ്പോൾ മല്ലിയായിട്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മല്ലിപ്പൊടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്പൈസസ് ഒന്ന് മൂത്തതിന് ശേഷം ഞാനൊരു കാര്യം ചെയ്യാം. നമ്മുടെ മല്ലി പൊടി ഇതിനകത്തോട്ടിട്ട്, ആ ചീനച്ചട്ടി നല്ല ചൂടല്ലേ, ആ ചൂട് മതി പൊടിയാവുമ്പം. മൂക്കാനായിട്ട് ഒരുപാട് അങ്ങ് ചീനച്ചട്ടി ചൂടാവണം എന്നില്ല. വേണ്ട, ഇപ്പം ഞാനിത് നല്ല മൂത്തു. ഇനി ഞാൻ ഇട്ടേച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പൈസസിനൊന്നും ജീരകമൊന്നും പെട്ടെന്ന് മൂക്കാനായിട്ട് എന്നാ നേരം വേണം. ഇതങ്ങോട്ട് ഓഫ് ചെയ്തേച്ച്, കണക്ക് പറയുകയാണെങ്കിൽ ഒരു പിടിയാണേ, അപ്പോൾ ഇതിപ്പോൾ വലിയ ടേബിൾ സ്പൂണാ, അത്രയും വേണ്ട, അതിനൊരു 3/4 മല്ലി മതിയാവും. അഥവാ ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അരപ്പ് ചേർക്കുമ്പം മൂപ്പിക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി ചേർത്തേച്ചാൽ മതി, അഥവാ കുറവാണെങ്കിൽ. ഇതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി, നമ്മൾ 5 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇത് പോരാതെ ഒരു ഇച്ചിരി, ഒരു 1/2 ടീസ്പൂണോളം, ടീസ്പൂണല്ല ഇതിപ്പോൾ ടേബിൾ സ്പൂണാണ്, അപ്പോൾ 1 ടീസ്പൂൺ കണക്കാക്കിക്കോ. ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ടേച്ച് ഈ സ്പൈസസ് നല്ല അസലായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതല്ല ക്രഷ് ചെയ്തെടുക്കാം. ഏത് മസാലയാണ് ഇതിനുള്ളൊരു പ്ലസ് പോയിന്റ് അതാണ്. എന്താ പറയുക, ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഏതായാലും നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഇത് ശരിക്കും നമ്മൾ ഇട്ടിരിക്കുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി പൊടിച്ചെടുക്കുവാണേ. ഇതെവിടെ ഇരുന്നൊന്ന് ആറട്ടെ എന്ന് വെച്ചാൽ നമുക്ക് ബാക്കി ചെയ്യാം. ഇനി അടുപ്പങ്ങോട്ട് കത്തിച്ചേച്ച് ഇതിനൊക്കെ നല്ലത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടേണ്ടവർക്ക് കടുക് ഇടാം. ഇവിടെ ഇപ്പം ഞാൻ കടുക് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഇടുന്നില്ല, ഡയറക്റ്റ് ഉള്ളി തന്നെ അങ്ങ് ഇടുക. വെളിച്ചെണ്ണ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സൺഫ്ലവർ ഓയിലായാലും ചേർത്തേച്ചാൽ മതി. ഇതിനകത്തോട്ട്
ഞാനൊരു സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ചെറിയ ഉള്ളി. വെളിച്ചെണ്ണയും ഉള്ളിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മൂക്കാനുള്ള സെയിം സാധനമാണ് ഇഞ്ചിയും വെളുത്തുള്ളി. കൊഞ്ച്, ഞണ്ട്, പിന്നെ കണവ ഇങ്ങനത്തെ മീൻ നമ്മൾ ചെയ്യുമ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുകയാണെങ്കിൽ നല്ലതാണ്. കാര്യം ദഹനത്തിന് ഒത്തിരി നല്ലതാണെന്ന് അമ്മ എപ്പോഴും പറയും. ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ മൂക്കുമ്പോൾ ഇതിനൊരു മണമുണ്ട്. ആ സമയത്ത് നമുക്ക് അതിന് ചേരുമ്പോൾ ആ മണത്തിന് ചേരുന്ന ഒരേ ഒരു സാധനം ഒന്നേ ഉള്ളൂ, അത് കറിവേപ്പില. ഇനിയിപ്പം നമ്മൾ ഈ സ്പൈസസ് ഒക്കെ എടുത്ത് പൊടിച്ചില്ലേ, ആ പൊടിച്ചതിനോട് നമുക്ക് ഒരു അളവ് കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഈ പറഞ്ഞ പോലെ ഗരം മസാല. പക്ഷെ ഗരം മസാല ഇതൊക്കെ കശകശയൊക്കെ കാണും, സാരില്ല. കശകശ ഏത് കറിക്കിട്ടാലും, ഈവൻ ഒരു വെജ് കറി കിട്ടാൽ പോലും ഇല്ലേ നല്ല സ്വാദാ. അത് കുഴപ്പമില്ല. അത് അങ്ങനെ ഇടാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചേർക്കുക. നമ്മുടെ ഉള്ളിയൊക്കെ ഇച്ചിരി ബ്രൗൺ ആയി. ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, നടുക്കോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് ഒരു കാര്യം വിട്ടുപോയി ഇടാനായിട്ട്. അതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി അണ്ടിപ്പരിപ്പും കൂടെ മൂപ്പിച്ചെടുക്കണമായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി നീക്കി വെച്ച്, റോസ്റ്റ് ചെയ്യേണ്ടവർക്ക് ചെയ്താൽ മതി കേട്ടോ, ഇല്ലാത്തവർക്ക് ചെയ്യണ്ട. ഞാൻ വിട്ടുപോയി, അതാ സത്യം. അതിനകത്തോട്ട് വേണ്ട ഈ എണ്ണയിലോട്ട് ഞാൻ അണ്ടിപ്പരിപ്പൊന്നും ഇടുക. അതൊന്ന് മൂക്കണം. കപ്പലണ്ടി ആണെങ്കിൽ അങ്ങനെ, ബദാം ആണെങ്കിൽ അങ്ങനെ, ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിട്ടു. നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയം ഇതാ, അണ്ടിപ്പരിപ്പ്. അല്ലാത്തത് നമ്മൾ ഇടുന്ന അരച്ചും ചേർക്കും, അതല്ലാതെ മൂപ്പിച്ച് ചേർക്കും. നമ്മുടെ ഉള്ളി നല്ലോണം ഒന്ന് മൂത്തു. ഇനി അതിനകത്തോട്ട് ഞാൻ ഈ തക്കാളി ഇടുക. ഇത് വഴുന്ന സമയം നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ നേരത്തെ ചൂടാക്കിയ റോസ്റ്റ് ചെയ്ത മസാല ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ പൊടിച്ചെടുക്കുന്നത്, ക്രഷ് ചെയ്യേണ്ടവർക്ക് ക്രഷ് ചെയ്യാം. അത് ഈ പറഞ്ഞ പോലെ മല്ലി, മുളക് അങ്ങനെ എടുക്കുവാന്നേൽ അങ്ങനെ ചെയ്യാം. ഏതിഷ്ടം നമ്മുടെ പോലെ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിടുക. ഉപ്പൊന്ന് സ്പൂണ് കണക്ക് എനിക്ക് അറിയാൻ മേല. എപ്പോഴും ഉപ്പൊക്കെ കൈക്കണക്കാ, കൂടിപ്പോയാ ടെൻഷനാ. ഇത് എന്റെ കാര്യമാട്ടോ കൈക്കണക്കെന്ന് പറയുന്നത്. ചിലപ്പോൾ ചിലർക്ക് സ്പൂണിലിടുന്നതായിരിക്കും കണക്ക്. ഇതിന്റെ കൂട്ടത്തില് ഞാൻ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക. കാര്യം എന്നാന്നറിയോ, മഞ്ഞപ്പൊടിക്കുള്ളൊരു, നമ്മൾ ഇതിൻ്റെ കൂടെ വറുത്തില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ മഞ്ഞപ്പൊടി ശരിക്കും ഒന്ന് വഴന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞയുടെ ഒരു കുത്തല് എപ്പോഴും മുന്നേ നിൽക്കുക. എനിക്കത് ആദ്യമൊക്കെ കറി വെക്കുമ്പോഴത്തേക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതെന്നാന്നുള്ളത് ചിലപ്പോൾ മഞ്ഞ കൂടിപ്പോവാന്ന് വിചാരിച്ചോ, ആ സമയത്ത് പോലും നമുക്ക് ഈ ഒരുപാട് വയറ്റുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ കുത്തലങ്ങ് മാറും. തക്കാളി ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് ഇങ്ങനെ എന്താ പറയുക, ഉടഞ്ഞു വരണം. ഇതിന്റെ കൂടെ പച്ചമുളക് ഇടേണ്ടവർക്ക് പച്ചമുളക് ഇടാം. കാര്യം എരിവൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നവരാന്നേൽ അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് ഇടാം. ഇനി ഞാൻ ഈ മസാല ഒന്ന് നോക്കുക. യെസ്, നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഞാൻ ഇപ്പോൾ ഒന്ന് ഇടുക. ഇനി ഇതിന് ഈ പറഞ്ഞ പോലെ തേങ്ങാക്കൊത്ത് ഇടാൻ ഇഷ്ടമുള്ളവരാന്നേൽ അതിടാം.
പക്ക നാടൻ റെസിപ്പിയാണ്. ഡ്രൈ ആക്കി എടുക്കേണ്ടവർക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഏതാ നമ്മുടെ ഇഷ്ടമെന്ന് വെച്ചാൽ അതേപോലെ ചെയ്തേച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന ഉപ്പ് ആ കാര്യങ്ങളൊന്നും ഇത്രയും കൊഞ്ചിന് പോരാ. വേണ്ടേ, ഞാൻ എന്തേ ഇതിപ്പോ ഏകദേശം 1 കിലോ കൊഞ്ച് മേടിച്ചെടുത്ത് നമ്മളെല്ലാം പൊളിച്ചു വരുമ്പോഴത്തേന് ഇത്രേ കാണത്തുള്ളൂ. ഇതാ ഞാൻ എടുത്തിരിക്കുന്ന കൊഞ്ച്. വലിയ കൊഞ്ചാണെങ്കിൽ ഒരു 10-12 കൊഞ്ച് വിചാരിച്ചോ. ഇതിപ്പോ ഞാൻ പുളിക്ക് 1 തക്കാളിയെ ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ അഥവാ ഇച്ചിരി പുളി പോരാന്ന് തോന്നുവാണെങ്കിൽ 1 കൊടംപുളി ചേർക്കാം. വാളംപുളി അധികം ചേർക്കത്തില്ല, കൊടംപുളി ചേർക്കാൻ നല്ലതാണ്. ഇനി നമ്മുടെ ഈ കൊഞ്ചൊന്ന് പകുതി വെന്തേച്ച് ഞാൻ ബാക്കി, അതായത് ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പകുതി മസാലയും കൂടെ ചേർക്കണം. അപ്പം നമ്മൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞത് അതിനിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. കൊഞ്ച് മൊത്തം വെന്തോന്ന് ചോദിച്ചാൽ ഇല്ല, അതൊരു പകുതിയെ വേവായിട്ടുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബാക്കി മസാലയും കൂടെ അങ്ങ് ചേർത്തേച്ച് കൊഞ്ച് നല്ലോണം ഒന്ന് വെന്ത് കിട്ടുക. കൊഞ്ചിന് നമ്മുടെ പിള്ളസർ പറഞ്ഞതുപോലെ, ഷെഫ് പിള്ളസർ പറഞ്ഞ പോലെ അധികം വേവില്ല, 7 മിനിറ്റ് മതി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ആ അനുസരിച്ച് നമുക്ക് 7 മിനിറ്റിനുള്ള സമയം നമുക്കും ഉള്ളൂ. പക്ഷേ ഇത് എങ്ങനെ, ഇതിൻ്റെ ഗ്രേവി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം സാധനം ഡ്രൈ ആക്കേണ്ടവർക്ക് ഡ്രൈ ആക്കാം, അതല്ല കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് വേണ്ടിയവർക്ക് അങ്ങനെ ആക്കാം. ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഇനി ഈ കൊഞ്ച് വേവാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കും. ഇത് സത്യം പറഞ്ഞാൽ കൊഞ്ച് വേവാനായിട്ട് വെള്ളമൊന്നും ചേർക്കണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനൊരു ഇച്ചിരി എനിക്ക് വേണം, എന്നാലും കൊഞ്ചിൽ നിന്നും വെള്ളമൊക്കെ വരും. എന്നാലും ഒരു ഇച്ചിരി ഞാൻ ചേർക്കുക, അധികം വേണ്ട. മീന്, കണവ, ഞണ്ട് ഇതിൻ്റെ നിന്നൊക്കെ ഒത്തിരി വെള്ളം ഇറങ്ങുന്നു. എന്നാലും നമ്മുടെ തവിയയിലൊക്കെ ഇരിക്കുന്ന അരപ്പൊന്നും കളയണ്ടല്ലോ. അന്നേരം അതൊന്ന് കിടന്ന് വേവട്ടെ.